ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കഥാസാഗരത്തിന് സമയമായി. ഞാൻ ബോണി ഒരു കഥയുമായി എത്തിയിരിക്കുകയാണ്. കഥ പറയാൻ നേരമായി അല്ലേ? അപ്പോൾ കഥ പറയുന്നതിന് മുമ്പ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അപ്പം അതുപോലെ അതങ്ങ് പറഞ്ഞേക്കാം. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസ കഥകളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. കഥ മാത്രമല്ല, കുറച്ച് വർത്തമാനമൊക്കെ അവസാനമുണ്ട്. കഥയുമായിട്ട് ബന്ധപ്പെടുത്തിയോ അല്ലാതെയൊക്കെ ഉള്ളൊരു വർത്തമാനം, ചിന്തിക്കാൻ ചില വസ്തുതകൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് തരാറുണ്ട്. അതാണ് ഈ വർത്തമാനത്തിൻ്റെ ഉദ്ദേശം. എന്തായാലും വൈകണ്ട അല്ലേ, നമുക്ക് കഥയിലോട്ട് കിടക്കാം. ഇന്ന് പറയാൻ പോകുന്ന കഥ ഐതിഹ്യ മഞ്ചരി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ചിലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ രചിച്ച ഈ ഒരു പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു കേരളത്തിലെ പ്രസിദ്ധമായ ഒരു ഐതിഹ്യ കഥയാണ് ഞാനിവിടെ ഇന്ന് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കേട്ടോളൂ. അതിങ്ങനെയാണ്. പണ്ടുകാലത്ത് വളരെ പ്രസിദ്ധമായിരുന്നു അമ്പലപ്പുഴ കാച്ചുപ്പ്. ഇന്ന് പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല. മുമ്പത്തെ തലമുറകൾക്കൊക്കെ അറിയാമായിരുന്നിരിക്കാം. എന്തായാലും അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ പല ലീലാവിനോദങ്ങളിൽ ഒന്നായിട്ടാണ് അമ്പലപ്പുഴ കാച്ചുപ്പിനെയും ഭക്തജനങ്ങൾ കരുതി വന്നിരുന്നത്. തൂവെള്ള നിറത്തിലുള്ള ഈ കാച്ചുപ്പിന് ഗോപുരാകൃതിയാണ്. മൺപാത്രത്തിലാക്കി ഭദ്രമായി കെട്ടിയടച്ചു വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും നിറം മങ്ങാതെയും ആകൃതി മാറാതെയും ഇതിരിക്കുമായിരുന്നു. ഔഷധശക്തിയുണ്ടെന്ന് വിശ്വസിച്ചു വന്നിരുന്ന ഈ കാച്ചുപ്പ് വ്രണം, മുറിവ് തുടങ്ങിയവയ്ക്കുള്ള ഔഷധമായും ഉപയോഗിച്ചു വന്നിരുന്നു. സാധാരണ കറിയുപ്പിൽ നിന്നാണ് അമ്പലപ്പുഴ കാച്ചുപ്പ് ഉണ്ടാക്കിയെടുത്തിരുന്നത്. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ നിവേദ്യത്തിനും മറ്റാവശ്യങ്ങൾക്കും ഈ ഉപ്പാണ് ഉപയോഗിച്ചിരുന്നത്. സാധാരണ ഉപ്പിൻ്റേതുപോലെ കത്തലുള്ള ശാരരുചി ഇതിനില്ലായിരുന്നു. പ്രത്യേക പരിശീലനം ലഭിച്ചിരുന്നവരാണ് അമ്പലപ്പുഴ കാച്ചുപ്പുണ്ടാക്കിയിരുന്നത്. അത് ഉണ്ടാക്കിയിരുന്ന രീതി ഇങ്ങനെയായിരുന്നു. സാധാരണ ഉപ്പ് വെള്ളത്തിൽ കലക്കി മരപ്പാത്രങ്ങളിൽ ഒരു ദിവസം വെച്ചിരിക്കും. അപ്പോൾ ഉപ്പിലെ അഴുക്ക് ഉപ്പ് വെള്ളത്തിന് മുകളിൽ പൊന്തി വരാൻ തുടങ്ങും. ഘനം കുറഞ്ഞ ഒരു പലക കഷ്ണം കൊണ്ട് അഴുക്ക് വടിച്ച് കളഞ്ഞ ശേഷം ഒരു ദിവസം കൂടി അനങ്ങാതെ ഈ ലായനി പാത്രത്തിൽ വെച്ചിരിക്കും. അപ്പോഴേക്കും ഉപ്പിൻ്റെ മട്ട് പാത്രത്തിന് അടിത്തട്ടിൽ അടിഞ്ഞു കഴിയും. മട്ട് ഇളകാതെ ഉപ്പ് ലായനി ഉപ്പ് കാച്ചാനുള്ള പാത്രത്തിലേക്ക് പകർന്ന് ഒരാഴ്ചയോളം വെച്ചിരിക്കും. അപ്പോഴേക്കും ലായനിക്ക് നേരിയ പുളിരസം വരും. ഈ ലായനി ഉപ്പ് കാച്ചാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ച് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുന്നു. ലായനി തിളച്ച് പറ്റി പാത്രത്തിൻ്റെ പകുതിയാകുമ്പോഴേക്കും പാത്രത്തിനടിയിലെ തീ കുറയ്ക്കും. പിന്നീട് കുറേശ്ശെ തീ കത്തിച്ച് ലായനി കുറുക്കി വറ്റിച്ചെടുക്കുന്നു. അപ്പോൾ ലായനിയിൽ കുമിളകൾ ഉയരാൻ തുടങ്ങുകയും തുടർന്ന് ഗോപുരാകൃതിയിലുള്ള പരലുകൾ രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ പരലുകൾക്ക് തൂവെള്ള നിറമായിരിക്കും. അമ്പലപ്പുഴയിൽ കറിയുപ്പ് കാച്ചുന്നതിൻ്റെ രഹസ്യമറിയാനായി തിരുവിതാംകൂറിലെ പല രാജാക്കന്മാരും ശ്രമിക്കുകയും അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ ഉപ്പ് കാച്ചുകാരെ തിരുവനന്തപുരത്തെ കൊട്ടാരത്തിൽ വരുത്തി ഉപ്പ് കാച്ചിച്ചു നോക്കുകയും ചെയ്തിരുന്നു. അപ്പോഴെല്ലാം സാധാരണ രീതിയിലുള്ള ഉപ്പിൻ്റെ പരലുകൾ രൂപാന്തരപ്പെട്ടതല്ലാതെ ഗോപുരാകൃതിയിലുള്ള പരലുകൾ ഉണ്ടായില്ല. ഏറ്റവും ഒടുവിൽ ശ്രീമൂലം തിരുനാൾ മഹാരാജാവും ഇത്തരത്തിലൊരു ശ്രമം നടത്തി പരാജയമടഞ്ഞു. അമ്പലപ്പുഴയ്ക്ക് പുറത്തുള്ള ദേശങ്ങളിൽ വെച്ചും ക്ഷേത്രത്തിന് പുറത്തു വെച്ചും ചിലർ അമ്പലപ്പുഴ കാച്ചുപ്പുണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. അവരുടെ ശ്രമവും പരാജയപ്പെട്ടതായിട്ടാണ് അറിവ്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമിയുടെ ചൈതന്യഫലമായി രൂപാന്തരം പ്രാപിച്ചതെന്ന് വിശ്വസിച്ചിരുന്ന ഈ കാച്ചുപ്പ് നിർമ്മാണം പിന്നീടെന്നോ അമ്പലപ്പുഴ ക്ഷേത്ര ഭരണാധികാരികളും
ഉപേക്ഷിച്ചു. ഇന്ന് അമ്പലപ്പുഴ കാച്ചുപ്പ് കണി കാണാനില്ല. അതുണ്ടാക്കാൻ അറിയാവുന്നവരും ഇന്നില്ല. ഇത്രയുമാണ് ഈ ഐതിഹ്യ കഥ. ഒരു കാച്ചുപ്പിൻ്റെ ഐതിഹ്യ കഥയാണ് നമ്മളിപ്പോൾ കേട്ടത്. ഒരു ആവശ്യത്തിന് വേണ്ടി ആണ് ഈ കാച്ചുപ്പ് നിർമ്മിച്ചത്. എന്തായാലും ജനങ്ങൾ അതിന് പല മാനങ്ങളും നൽകി. ഒരു വിശ്വാസത്തിൻ്റെ മെമ്പൊടിയൊക്കെ ചേർത്ത് അതൊരു ഐതിഹ്യമായി മാറി. എന്തായാലും ഈ കാച്ചുപ്പ് ഇന്ന് നിലവിലില്ല. ഇത്തരം ഒട്ടേറെ അറിവുകൾ ഉണ്ടായിരുന്നു അല്ലേ നമുക്ക്. മരുന്നുകളുടെ കാര്യത്തിലായാലും ഈ ആയുർവേദ മരുന്നുകളോ പച്ചില മരുന്നുകളോ ഒക്കെ അതിനെക്കുറിച്ചൊക്കെ ആയാലും ഇല്ലേ, ഒട്ടേറെ അറിവുകൾ നമുക്ക് ഉണ്ടായിരുന്നു. പതുക്കെ പതുക്കെ അതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള നിർമ്മാണ വൈദഗ്ധ്യം ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ അറിയാവുന്ന തലമുറകൾ മൺമറഞ്ഞു പോകുമ്പോൾ ഇത്തരം അറിവുകളും അല്ലെങ്കിൽ ഔഷധ നിർമ്മാണ വൈദഗ്ധ്യവും ഒക്കെ മൺമറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കാര്യം പറഞ്ഞ കണക്ക് തന്നെ അത്തരത്തിൽ പല പല അല്ലേ ഔഷധങ്ങളായാലും പല കൂട്ടുകളുമായാലും ഒക്കെ, അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണത്തിൽ പോലും അല്ലേ നമ്മൾ പണ്ട് സിമെൻറ്റിന് പകരം ഒത്തിരി കൂട്ടുകളൊക്കെ ഉപയോഗിച്ചിരുന്നു. അതൊന്നും ഇന്ന് പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോയി, അറിയില്ല. വളരെ സിമെൻറ്റിനെ കാട്ടിയും ശക്തിയുള്ള കൂട്ടുകൾ, ഇരുമ്പ് പോലെ പാറ പോലെയൊക്കെ ഇരിക്കുന്ന കൂട്ടുകൾ, ആ നിർമ്മാണത്തിൻ്റെയൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വൈദഗ്ധ്യങ്ങൾ, അങ്ങനെയുള്ള ഫോർമുലകൾ എപ്പോഴൊക്കെ നമുക്ക് കൈമോശപ്പെട്ടു പോയി. തലമുറകൾ മൺമറയുമ്പോൾ അവയും മൺമറഞ്ഞു പോകുന്നു. അതിനൊരു അറുതി വരുത്തണം അല്ലേ, വളരെ ആവശ്യമാണ്. ഇത്തരം അറിവുകൾ ഇതിന് പിന്നിലുള്ള നിർമ്മാണ വൈദഗ്ധ്യം, നിർമ്മാണ രീതികൾ ഒക്കെ നമുക്ക് സൂക്ഷിച്ച് അല്ലെങ്കിൽ അങ്ങനെ അടുത്തൊരു തലമുറയ്ക്ക് കൈമാറിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്നും അത് തുടർന്നു പോയേനെ. എന്തായാലും ഇതിന് ഔഷധ ഗുണമുണ്ടെന്നൊക്കെ പറയുന്നു. കാച്ചുപ്പ്, വ്രണം, മുറിവ് തുടങ്ങിയവയ്ക്ക് ഔഷധമായി ഉപയോഗിച്ചിരുന്നതായിട്ട് പറയുന്നു. ആയുർവേദത്തിൽ അങ്ങനെയൊക്കെ അല്ലേ പല മരുന്നുകളും ഉള്ളത്. കാലങ്ങളായിട്ട് നമ്മൾ കൈമാറി വന്നതല്ലേ പല മരുന്നുകൾ. നമ്മൾ ഇത്തരം വൈദഗ്ധ്യങ്ങൾക്ക് പിന്നിൽ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്നത്തൊക്കെ അല്ലേ വലിയൊരു ഭാവനയുണ്ട്. എപ്പോഴൊക്കെയോ ഏതോ ഒരു വ്യക്തിക്ക് അയാളുടെ മനസ്സിൽ രൂപപ്പെട്ട ഒരു നിർമ്മാണ രീതിയാണിത്. ഒരു വൈദഗ്ധ്യം, ഒരു കഴിവ് അയാൾ വികസിപ്പിച്ചെടുത്തതാണ്. നമ്മളെല്ലാം പറയും പല പല കണ്ടുപിടുത്തങ്ങളുടെയും പിന്നിൽ കഠിനാധ്വാനമാണ് എന്ന്. പക്ഷെ ആണോ? അല്ല എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. എല്ലാത്തിനും പിന്നിൽ ഒരു കലയുണ്ട്. ഈ കലാകാരന്മാർക്കും ശാസ്ത്രജ്ഞർക്കും എന്താണ് കാര്യമായിട്ടുള്ളത്? അവരുടെ പഠനമാണോ അവരെ നിർമ്മാണങ്ങളിലേക്കൊക്കെ, പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്കും നിർമ്മാണങ്ങളിലേക്കുമൊക്കെ എത്തിക്കുന്നത്? നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഭാവനയാണ്, നമ്മുടെ മനസ്സിലാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അറിവുണ്ടാകും, പക്ഷെ അതിനപ്പുറം നമുക്ക് വേണ്ടത് ഭാവനയാണ്. മനുഷ്യൻ്റെ എല്ലാ പ്രവൃത്തികളിലും ഈ ഭാവനയുണ്ട്, എല്ലാ നിർമ്മാണത്തിലും ഈ ഭാവനയുണ്ട്. നമ്മളൊരു ബുക്കിൽ അധ്യാപകൻ പറയുന്നത് കുറിക്കുമ്പോൾ പോലും ഒരു ഭാവനയില്ലേ? അക്ഷരങ്ങൾ നമ്മുടെ ഭാവനയ്ക്ക് ഒത്തല്ലേ നമ്മൾ കോറിയിടുന്നത്. എൻ്റെ അക്ഷരം പോലെ ആയിരിക്കില്ല അടുത്തിരിക്കുന്ന അല്ലേ വിദ്യാർത്ഥിയുടെ അക്ഷരം. അയാളുടെ ബായും ഒക്കെ ഒരു വ്യത്യസ്തമായിരിക്കും. ആയൊക്കെ വളരെ കലാപരമായിട്ടായിരിക്കും. ഞാൻ ചിലപ്പോൾ വേറൊരു രീതിയിലായിരിക്കും എഴുതുന്നത്. അപ്പോൾ എല്ലാത്തിലും ഒരു ഭാവനയുണ്ട് മനുഷ്യൻ്റെ. എനിക്കൊന്ന് ഭാവനയാണ് മനുഷ്യനെ മുന്നിലോട്ട് നയിക്കുന്നത്. നിങ്ങളൊരു ലക്ഷ്യസ്ഥാനത്തോട്ട് എത്തണമെന്ന് ആഗ്രഹിക്കുന്നു. ലക്ഷ്യസ്ഥാനത്തെത്തിയാൽ എല്ലാവരും പറയുന്നത് നിങ്ങൾ കഠിനമായിട്ട് അധ്വാനിക്കുക എന്നൊക്കെയാണ്. അധ്വാനം കൊണ്ട് മാത്രമാണോ അവിടെ എത്തുന്നത്? നിങ്ങൾ അതിനെ നിങ്ങളുടെ ഭാവനയിൽ കാണുന്നു. നിങ്ങൾ ആ സ്ഥാനത്ത് എത്തിയതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുന്നു. നമ്മൾ പറയും അയാൾക്കൊരു നിശ്ചയദാർഢ്യം ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ അയാൾക്കൊരു ഇച്ഛാശക്തി ഉള്ളതുകൊണ്ടാണ് അയാൾ ആ സ്ഥാനത്ത് എത്തിയെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഒരു പരിധിവരെയൊക്കെ ചിലപ്പോൾ ശരിയായിരിക്കാം. പക്ഷേ അതിനേക്കാൾ അപ്പുറം ഒന്നുണ്ട്. ഭാവന എന്ന തന്ത്രം അല്ലേ? ആ വഴി, അങ്ങോട്ടുള്ള വഴി അയാളുടെ ഭാവനയിൽ വിരിയണം. അതിൻ്റെ മാർഗങ്ങളെല്ലാം അയാളുടെ ഭാവനയിൽ ഉരുത്തിരിയണം. എന്നാൽ മാത്രമേ അയാൾക്ക് സഞ്ചരിക്കാൻ സാധിക്കത്തുള്ളൂ. മനസ്സിൻ്റെ തന്നെ ഘടന തന്നെ ഈ ഭാവനകൾ തന്നെയാണ്. നമ്മൾ ചിന്തിച്ച് കൂട്ടുന്ന ഇത്രമാത്രം കാര്യങ്ങളാണ്. ഈ ചിന്തിച്ച് കൂട്ടുന്നതെല്ലാം നടക്കാറുണ്ടോ? ചിന്തിച്ച് അങ്ങനെ കൂട്ടുകയാണ്, ഇഷ്ടംപോലെ നമ്മളിങ്ങനെ ചിന്തിച്ച് കൂട്ടുകയാണ്. അപ്പോൾ അതെല്ലാം ഭാവനയാണ്.
നമ്മൾ എത്തിപ്പെടേണ്ട സ്ഥലത്തേക്ക് പോലും നമ്മൾ ഒത്തിരി വഴികൾ ചിന്തിച്ച് കൂട്ടാറുണ്ട്. ഈ വഴികളിൽ ഏതിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിച്ചാണല്ലേ ഈ ലക്ഷ്യസ്ഥാനത്തെത്തുന്നത്. അപ്പോൾ മനഃശാസ്ത്രത്തിൽ, ആധുനിക മനഃശാസ്ത്രത്തിൽ ഈ ഭാവനയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. ഭാവന കൂടിയാലും പ്രശ്നമാണ് അല്ലേ? നമ്മൾ അമിതമായിട്ട് ചിന്തിച്ച് ആകുലപ്പെട്ട് വല്ലാത്ത വ്യാധിയൊക്കെ ഉണ്ടാക്കും. നമ്മൾ നല്ലവനാക്കാനും മോശക്കാരനും ആക്കാനും ഒക്കെ ഈ ഭാവന ഏറെ കാരണമാണ്. അപ്പോൾ മനുഷ്യത്വം ഉണ്ടാകണമെങ്കിലോ അവനെ തന്നെ അവൻ ഭാവന കാണണം. ആ മറ്റുള്ള മനുഷ്യരുടെയൊക്കെ സ്ഥാനത്ത് അവൻ്റെ ഭാവനയിൽ അവൻ കാണണം. അപ്പോഴേ ആ മനുഷ്യൻ്റെ അവസ്ഥ മനസ്സിലാകാനും ആ മനുഷ്യത്വം എന്ന് പറഞ്ഞ മാനസിക അവസ്ഥയിലേക്ക് എത്തിപ്പെടാനും ഒക്കെ നമുക്ക് സാധിക്കത്തുള്ളൂ. എന്തായാലും ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. കുറച്ച് കാര്യങ്ങളെ പറഞ്ഞോളൂവെങ്കിലും എനിക്ക് തോന്നുന്നു വളരെ അർത്ഥവത്തായ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഭാവനയുടെ ഒരു വലിയ ആവശ്യകത, അല്ലെങ്കിൽ അതിന് അടിവരയിടുകയാണ് ഞാൻ ഈ കഥയിലൂടെയും ഈ ഞാൻ കഥ കഴിഞ്ഞ് പറഞ്ഞ കാര്യങ്ങളിലൂടെയൊക്കെ. ഭാവന ഇല്ലാതെ ഒരടി പോലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാഗരം ഇവിടെ അവസാനിപ്പിക്കുന്നു. കാണാം അടുത്ത എപ്പിസോഡിൽ പുതിയൊരു കഥയും പുതിയ കുറച്ച് വർത്തമാനവുമായിട്ട്. അപ്പോൾ നിർത്തുന്നു. സൈനിങ് ഓഫ്, ബോണി.